1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് സാമ്രാജ്യശക്തിയുടെ അടിമത്തത്തിന്റെ പത്മവ്യൂഹത്തെ അഹിംസയുടെ ആയുധം കൊണ്ട് കീറിമുറിച്ചാണ് കിഴക്കൻ ചക്രവാളത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പതാകയുടെ മുകളിലൂടെ ഉദയ പൊൻസൂര്യന്റെ പൊൻപുലരി ഉദിച്ചുയർന്നത്. നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടുന്ന മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഝാൻസി റാണി, പഴശ്ശി രാജ തുടങ്ങിയ നേതാക്കളുടെ മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹപാഠികളെ, നിങ്ങൾക്കെല്ലാവർക്കും 78ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നേരുന്നു. എന്താണ് സ്വാതന്ത്ര്യം? അനേകം നിർവചനങ്ങൾ നാം പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. ന്യൂജൻ നിർവചനം എന്തും ചെയ്യാനുള്ള അവകാശം എന്നാണ്. എന്നാൽ സ്വാതന്ത്ര്യം എന്ന വാക്കിന് പുതിയൊരർത്ഥം നാം കണ്ടെത്തുകയാണ്. നമ്മുടെ മനസാക്ഷിയുടെ സ്വരം ശ്രവിച്ച് ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ ചെയ്യാനുള്ള, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശമാണ് സ്വാതന്ത്ര്യം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാഷയിൽ ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടെ തലയുയർത്തി നിർഭയത്തോടെ നിൽക്കാനുള്ള തന്റേടമാണത്. സ്വാതന്ത്ര്യദിനം മുതൽ ഇന്ന് വരെ നമ്മുടെ രാജ്യം ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് മാറുകയോ നമ്മുടെ പതാകയുടെ നിറത്തിൽ മാറ്റം വരികയോ ചെയ്തിട്ടില്ല. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 34 കോടി ജനങ്ങൾ മാത്രമുണ്ടായിരുന്ന ഈ രാജ്യം ഇന്ന് ലോക ജനസംഖ്യയിൽ 1ാം സ്ഥാനമാണ് ഉള്ളത്. അനുബന്ധമായി നമ്മുടെ ഇന്ത്യയിലെ ഓരോ വളർച്ചയും സാമ്പത്തിക ശക്തിയിൽ 5ാം സ്ഥാനം, ശാസ്ത്ര വികസനത്തിൽ 4ാം സ്ഥാനം, 1000-ലധികം സർവകലാശാലകളും 44,000-ലധികം കോളേജുകളുമുള്ള രാജ്യമായി നമ്മുടെ ഭാരതം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തെ കുറിച്ച് അഭിമാനമില്ലാത്തവർക്ക് വികസനത്തിന്റെ ഈ നേട്ടങ്ങൾ ഒരു പ്രചോദനമാകട്ടെ. നാം ഓരോരുത്തരും നമ്മുടെ നാട് വികസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുക. നമ്മുടെ നാടിന് ഇനി ഏറ്റവും അത്യാവശ്യമായ കാര്യം തൊഴിലവസരങ്ങളാണ്. തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ യുവജനത ഈ രാജ്യം വിട്ട് അന്യരാജ്യങ്ങളിൽ പഠിക്കാനും ജോലി ചെയ്യാനും പോകുന്നത്. സ്വയം സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു അനുകൂല അന്തരീക്ഷം നമ്മുടെ ഇടയിലില്ല. അഴിമതികൾ, നിയമക്കുരുക്കുകൾ, ഉദ്യോഗസ്ഥരുടെ കടുംപിടുത്തം, ഇതെല്ലാം ഒരു സംരംഭകന്റെ മനസ്സിനെ മുടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? ഭയം നമ്മെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. സമൂഹത്തിൽ എന്തെങ്കിലും നന്മ ചെയ്താൽ അവർക്കെതിരെ കുറച്ചുപേർ കൂടി അഴിമതി അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിച്ച് കുടുംബത്തെ ഉൾപ്പെടെ നശിപ്പിച്ചേക്കും. മാതാപിതാക്കളുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ വിദ്യാഭ്യാസ കച്ചവട സംസ്കാരത്തിന് മുന്നിൽ നമ്മൾ കുട്ടികൾ നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ടോ? വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നിന്ന ഭാരതാംബയുടെ ധീര സൈനികർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും എന്റെയും എന്റെ രാജ്യത്തിന്റെയും ഒപ്പം നിന്നുകൊണ്ടും എന്റെയും സഹപൗരന്റെയും രാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് കാരണമാകുന്ന നന്മകൾ ചെയ്യാനുള്ള ഒരു അവസരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി 78ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ നേരുന്നുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ഭാരത് മാതാ കി ജയ്.